കല്യാണരാമനിലെ ദിലീപ് ബുള്ളറ്റുമേൽ വരുന്ന മാതിരി ഞാൻ ഈ വരുന്നത് തമിഴ്നാട്ടിലെ പന്തല്ലൂർ ഒരു കല്യാണം കൂടാനാണ്. നമ്മളെ പെങ്ങളെ മോൻ്റെ കല്യാണം. പന്തല്ലൂരിൽ നിന്ന് പെങ്ങളോടക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോകണം. നല്ല രസമാണ് കാണാൻ. സംഗതി ഞാൻ അവിടെ നേരത്തെ എത്തിക്കണമെങ്കിലും പെങ്ങളി അളിയനെയും കാണുന്നതിൻ്റെ മുന്നേ ഞാൻ അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാനാണ് ഇറങ്ങിയത്. പ്രകൃതി ഭംഗി കൊണ്ട് മാത്രമല്ല, ഒരുപാട് വിഭവങ്ങളും കാണാൻ പറ്റും. ബട്ടറാണിത്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബട്ടറിൻ്റെ മരവും മരത്തമ്മൽ ഇങ്ങനെ ബട്ടർ കായ്ച്ചിക്കണവും കാണുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ അതാ പേരക്ക, ഉള്ളു ചുവപ്പ് കളറിലുള്ള പേരക്കയാണിത്. ചെറിയ ചെറിയ റെഡ് ജാമ്പക്ക ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അതാ വൈറ്റ് ജാമ്പക്ക, ചക്ക, മാങ്ങ, റോസ് കണ്ടാണ് നിങ്ങൾ. ചക്കപ്പഴമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെ കൈതച്ചക്ക, നാരങ്ങ, മാതോളി നാരങ്ങ, ഏലം, തേയില, കൊക്കോ, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പലവിധ ഐറ്റംസ്. ഇതൊന്നും ഒരുപാട് ഏക്കറയിൽ ചെയ്യുന്ന കൃഷിയല്ല, ഇതൊക്കെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതാണ് ചെക്കൻ്റെ അമ്മ, അതായത് നമ്മളെ പെങ്ങള്. ഇത് അളിയനും. ഓല രണ്ടാളിയും കണ്ട് കല്യാണത്തിൻ്റെ ആചാർ ബുക്കിൽ നമ്മളാണ്ട് ഒപ്പിട്ട് നാളത്തെ കല്യാണം ഉഷാറാക്കാനുള്ള ചർച്ച അളിയൻ്റെ പെങ്ങളത് ഇപ്പോഴും തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ചെറിയ പെങ്ങൾ ചായയും അച്ചപ്പമായിട്ട് വന്നത്. ഓളല്ലെങ്കിലും സ്നേഹമുള്ളോളാ. ഇവളോടൊരു അച്ചപ്പൻ ചോദിച്ചപ്പോൾ തന്നെ ഓള് പാഞ്ഞ് തടിയെടുത്തു. കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് മഴയാണ് പെയ്തത്. അപ്പം എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ വന്നു. ഇതിലൊന്നും തളരാതെ രണ്ട് ആൾക്കാരെ കണ്ടില്ലേ? ഇതാണ് ചെക്കൻ്റെ അമ്മാവന്മാര്. എല്ലാ കല്യാണപ്പരിയിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഓരോ അമ്മാവന്മാര്. കല്യാണത്തലേന്നായ ഇന്ന് രാത്രി നെയ്ച്ചോറിൻ്റെ ഒപ്പം കൂട്ടാനുള്ള കുട്ടനാണ് ഈ പോണത്. സംഭവം ചെറുതായിട്ടൊന്ന് മഴ പെയ്തെങ്കിലും അടുക്കള വളരെ സജീവ. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചെത്തിയപ്പോൾ വീടിൻ്റെ വൈബൊക്കെ ആകെ മാറിയിട്ടുണ്ട്. മൊത്തം ലൈറ്റ് ഇട്ട് മിന്നി തിളങ്ങുക. ഇവിടെ ഇതാ ഒരു കട്ടിംഗ് പ്ലെയർ ആയിട്ട് അമ്മാവൻ. ഇതാണ് ഈ വീട്ടിലത്തെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ. ഇതും ചെക്കൻ്റെ ഒരു അമ്മാവനാണ്. കല്യാണത്തലേന്ന് ചെക്കന് നിൽക്കാനും ചെക്കൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്റ്റേജും സ്റ്റേജുമേലുള്ള ഡെക്കറേഷനും സെറ്റാക്കാൻ കുറച്ച് ആൾക്കാർ ഇതങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇറച്ചിപ്പണിക്കാർക്ക് വെളിച്ചമില്ല എന്നും പറഞ്ഞാണ്ട് ലൈറ്റ് സെറ്റാക്കാൻ പോകുന്നതാണ് ഞങ്ങൾ. അൽഹംദുലില്ലാ ഹൈറ്. ഏതായാലും അത് കത്തി. അതിൻ്റെ ഇടയിൽ ചെക്കൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു അല്ലേ? ഇതാണ് കേട്ടോ നമ്മളെ ചെക്കൻ. ഓൻ്റെ ചെങ്ങായിമാരെല്ലാവരും കൂടി എന്തൊക്കെയാണ് അവിടെ ഒട്ടിച്ചുണ്ടാക്കുന്നുണ്ട്. എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആ സാധനം കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുപ്പിൽ തീ ആളി കത്തുന്നുണ്ട്. ചെമ്പിൽ ഇതാ കറി വെട്ടി തിളക്കണ്. കല്യാണപ്പേരൻ്റെ അടുക്കളയിൽ പോയാൽ എൻ്റെ ഒരു സ്ഥിരം പരിപാടി കേട്ടോ ഈ അണ്ടിപ്പരിപ്പെടുത്ത് ഇങ്ങനെ തിന്നും. ആ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിയേ. ഇതിനിടയിലാണ് എല്ലാവരും കൂടി വീട്ടിലേക്ക് ഓടിപ്പോണേ കണ്ട്. ചെന്ന് നോക്കിയപ്പോൾ എന്താ നമ്മളെ മെഹറിൻ അവിടെ പാട്ട് പാടാ. പിന്നെ ഇപ്പം എല്ലാവരും കൂടാതെക്കോ. പാട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ സീറ്റൊക്കെ ഫുള്ളായി. അതും ഫുള്ള് പെണ്ണുങ്ങൾ. ഇത്രയും നേരം വരെ എവിടെയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മെഹറിൻ്റെ ആദ്യത്തെ ഡിവോഷണൽ സോങ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മാപ്പിളപ്പാട്ട് തന്നെയായിരുന്നു കേട്ടോ. അസ്മ കോട്ടക്കലും അൻവർ തിരൂരങ്ങാടിയും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാട്ട് പാടി രസിപ്പിച്ചു. ഇരിക്കാനുള്ള സീറ്റൊക്കെ തീർന്ന് അവസാനം എല്ലാവരും നിന്ന് കേൾക്കേണ്ട അവസ്ഥ വരെ എത്തി. സംഭവം നല്ല കിടിലം മാപ്പിളപ്പാട്ടുകൾ നല്ല രീതിയിൽ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിലും നമ്മളെ കുഞ്ഞന്മാർക്ക് അതിങ്ങോട്ട് ദഹിക്കണില്ല കേട്ടോ. ഓല ടേസ്റ്റ് ഇതൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഇവർ മൂന്നാളും നിന്ന് തള്ളുകയാണ് കേട്ടോ. എന്താണ് ഈ തള്ളണെന്നാവോ. പരിപാടി ഗംഭീരാക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാണ്. അതിനേക്കാൾ വലിയ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ അലിക്ക മഡാസ് അതേപോലെ തന്നെ റഷീദാക്കിയും ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു ബേജാറുമില്ല ആ കാര്യത്തിൽ. നമ്മളെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓനിങ്ങനെ ഫോണ് തലകുത്തനെ പിടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. അളിയൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേറെ ആളെ ഏൽപ്പിച്ചും ചെയ്തേക്കണ്. എന്തായാലും പാട്ടും കൈകെട്ടുമായിട്ട് പരിപാടി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇതേമാതിരി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അത് വേറെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല വെന്ത ഇറച്ചിൻ്റെ മണം അങ്ങോട്ട് വന്നത്. പണ്ട് രേവതി പറഞ്ഞ മാതിരി നല്ല വെന്ത കോയിൻ്റെ മണം. പക്ഷേ കോയിയല്ല കേട്ടോ, നമ്മളെ കുട്ടനും നെയ്ച്ചോറുമാണ്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയത് നിബൂസ്, നമ്മളെ കുഞ്ഞൈമാക്കിയും കുട്ടികളും ആയതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല. അങ്ങനെ പിന്നെ സമയമായപ്പോൾ ചോറ് വിളമ്പൽ തുടങ്ങിയിട്ടോ. നെയ്ച്ചോറും കുട്ടനാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കണ്ടാണ് നിങ്ങൾ കുട്ടന്. ഇത് കണ്ടിട്ട് തന്നെ തിരിയണില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ ചോറൊക്കെ തിന്ന് തിരിച്ചെത്തിയപ്പോഴും പാട്ട് നിന്നിട്ടില്ല കേട്ടോ. നിന്നിട്ടില്ല എന്ന് മാത്രമല്ല പാട്ടിൻ്റെ വൈബൊക്കെ ഒന്നാണ് മാറിയിക്കണേ. അത് കേൾക്കണോലെ വൈബും മാറിയിക്കണേ. കണ്ടാണ് നിങ്ങൾ എല്ലാവരും നല്ല ആവേശത്തിലാണ്. പന്തല്ലൂരിലെ ഈ തണുപ്പുള്ള രാവിലെ കുട്ടികൾ ഇത്ര ആവേശത്തില് കല്യാണം ഇങ്ങനെ ആഘോഷിക്കണ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മൂഡ് ഏതാണെന്നറിയോ? പൊളി മൂഡ്. പിന്നെ പാട്ടിന്റെ സ്പീഡ് ഇങ്ങനെ കൂടൽ തുടങ്ങിയപ്പോൾ നേരത്തെ അടങ്ങി നിന്നീൻ്റെ കുഞ്ഞന്മാരൊക്കെ തുള്ളിച്ചാടൽ തുടങ്ങിയിട്ടോ. ഏതാതൊക്കെ ചാട്ടം.
ഏതായാലും കല്യാണത്തലേന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ്. അങ്ങനെ കല്യാണത്തലേന്നാണ്ട് കഴിഞ്ഞു. അങ്ങനെ നേരാണ് വെളുത്തപ്പോൾ പെരക്കാരെല്ലാവരും കൂടി ഒരു ഭാഗത്ത് ചായ കുടിക്കണ്, വേറൊരു ഭാഗത്ത് ഇതാ സ്റ്റേജുമൊക്കെയുള്ള ഡെക്കറേഷനും മറ്റ് സംവിധാനങ്ങളൊക്കെ നടക്കണ്. ഭക്ഷണശേഷം വയറൊന്ന് സെറ്റാക്കാനുള്ള വിവിധ തരം കട്ടൻ ചായയും അതേപോലെ തന്നെ വരുന്നവർക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റാണ്. നാട്ടിലെ നമ്മളെ അയൽവാസികളും സുഹൃത്തുക്കളും ആയിട്ടുള്ള ആളുകളൊക്കെ കല്യാണത്തിന് നേരെ തന്നെ എത്തിത്തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ശരിക്കും കല്യാണത്തിന്റെ തിരക്കായിട്ടോ. ആളുകൾ വരുന്നു, സ്വീകരിക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതിനിടയിൽ ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ആയിട്ട് പുതിയാപ്പിളൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ, ഇങ്ങനെയൊക്കെ എല്ലാവരും ശരിക്കും കല്യാണ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളായിട്ട് കുറേ സൊറ പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ ഈ ഒരു ഏരിയയിൽ ആന വരുന്ന സ്ഥലങ്ങളും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ചെക്കൻ്റെ ചെങ്ങായിമാരെല്ലാവരും കൂടി ചെക്കന് ഒരുക്കി ഇറക്കൽ തുടങ്ങിയാണ്. അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറിയപ്പോൾ ചെക്കനുള്ള സമ്മാനം അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. പലരും ഒരുപാട് കിട്ടിയിട്ടാ. ഓനെ നമുക്ക് പിന്നെ കാണാം. കിട്ടിയതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട ഉമ്മാന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഈ ഒരു മുത്തവും ഏറ്റുവാങ്ങി ഓൻ ഇറങ്ങി. നമ്മളെ ചെക്കൻ്റെ അമ്മാവൻ എന്തെങ്കിലും ഇവിടെ മഹറേറ്റ് ഇരിക്കണ്. നിക്കാഹിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഉസ്താദുമാർ വന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഉത്ബോധനം നടത്തി. അതിനുശേഷം എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കുവെച്ച് മകനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥനയോടുകൂടി നിക്കാഹിന് പറഞ്ഞയക്കുന്ന വാപ്പാന്റെ വികാര നിർഭരമായ രംഗവും കഴിഞ്ഞ് നേരെ പെണ്ണിന്റെ മഹല്ല് പള്ളിയിലേക്ക്. അമ്മാവൻ കണ്ടാണിങ്ങള് കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടിട്ടാ. പള്ളിയിലെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെക്കൻ പെണ്ണിന്റെ ഉപ്പാക്ക് കയ്യും കൊടുത്ത് മഹറും കൈമാറി നിക്കാഹ് അങ്ങോട്ട് നടത്തി. നിക്കാഹ് കഴിഞ്ഞതിന്റെ സന്തോഷത്തില് അമ്മോഷനും മോനും തമ്മിലുള്ള സ്നേഹപ്രകടനം ഇതൊക്കെ കണ്ടപ്പോൾ ഞമ്മക്കും പെരുത്ത് സന്തോഷമായിട്ടോ. ഞാനും ഓനെ കെട്ടിപ്പിടിച്ച് സന്തോഷവും പ്രാർത്ഥനയും എല്ലാം അങ്ങോട്ട് കൈമാറി. ഇനി പെണ്ണിന്റെ വീട്ടിലേക്കുള്ള ചെക്കൻ്റെ മാസ് എൻട്രി. നമ്മളെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട് കേട്ടാ. ഒരു കയ്യിൽ കുട്ടിയും മറ്റേ കയ്യിൽ ക്യാമറയും. ഓൻക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കണം. അപ്പോഴേക്ക് നമ്മുടെ പുതുനാരി തോഴിമാരും ഒത്ത് സ്റ്റേജിലേക്കുള്ള വരവായി. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കലായി, വീഡിയോ എടുക്കലായി. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടാളും ദിവസമാണല്ലോ. ക്യാമറ കണ്ണുകൾ ഇതാ മൊത്തം ഓല വേട്ടയാടുകയാണ്. ഒരു രക്ഷയില്ല, ഒരു ഫുൾ ബിസിയായി. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് മാറി കൊടുത്തിട്ടോ. ചെക്കൻ്റെ അമ്മോനും അമ്മായി ഇതേമാതിരി ഞങ്ങൾക്കും ഫോട്ടോ എടുത്ത് തരുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു കൊടുത്ത്. ഏതായാലും എല്ലാ പരിപാടിയും വളരെ റാഹത്തായി കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ഒരു ആവേശത്തിൽ റാഹത്തിൽ വലിയൊരു തട്ടിലേക്ക് ബിരിയാണിയും തട്ടി എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് തട്ടുകയാണ്. പുതിയൊരു ഇത്താത്താനെ കിട്ടിയ ആവേശത്തിൽ ചെക്കൻ തീണ് തുള്ളിച്ചാടി വട്ടം കറങ്ങണം. പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രാത്രിയാണതിൻ്റെ മുന്നേ തന്നെ കല്യാണത്തിന് വന്ന ഞാനും എൻ്റെ മോനും കൂടി തിരിച്ചു പോന്നു. എൻ്റെ മോൻ്റെ ഒപ്പമുള്ള ഞാൻ തരെ പറഞ്ഞിട്ടില്ല, ഓനങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. തിരിച്ചു പോരുമ്പോൾ നാടുകാണിയിൽ നിന്ന് ഊട്ടി വർക്കും ചോക്ലേറ്റും വാങ്ങാൻ ഞങ്ങൾ മറന്നിട്ടില്ല. ഒരു ഉണർവിന് ഞങ്ങൾ അതിൻ്റെ ഒപ്പം ഓരോ ചായയും കുടിച്ചു. ഈ കല്യാണത്തിൽ പങ്കെടുത്ത മുഴുവൻ അതിഥികളെയും അതുപോലെ തന്നെ ഇവിടെ വളരെയധികം സജീവമായ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരെയും കൂടി എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി. എന്തുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്നും പറഞ്ഞ് എന്നെ കൈകാര്യം ചെയ്ത് പഞ്ഞിക്കിട്ടിട്ടില്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.